ബാലൻ ദ ബോയ്, ടൊവിനോ തോമസിന്റെ പുതിയ പടം, അതായത് ചിദംബരത്തിന്റെ, അതായത് നമ്മുടെ മഞ്ഞുമേൽ ബോയ്സിന്റെ ഡയറക്ടറിന്റെ പുതിയ പടം എങ്ങനെയുണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു തീ പടം എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. എന്ന് വെച്ച് കഴിഞ്ഞാൽ അടിപൊളി ഡയറക്ഷൻ. അതായത് ഇതിനകത്ത് മെയിനായിട്ട് നിൽക്കുന്നത് ഒരു ഫീമെയിൽ ക്യാരക്ടർ. ഇതിനകത്ത് ഞാൻ ബേസിക്കലി അത് സ്പോയിലേഴ്സോ കാര്യങ്ങളോ ഒന്നും പറയുന്നത് റിവ്യൂ ഫുള്ളായിട്ട് കാണാവുന്നതാണ്. ഒരു സ്പോയിലേഴ്സും നമ്മൾ പറയുന്നില്ല, ജസ്റ്റ് എൻ്റെ അഭിപ്രായം മാത്രമേ പറയുന്നുള്ളൂ. ഇതിനകത്തൊരു ഫീമെയിൽ ലേഡി, പുതുമുഖാന്ന് തോന്നുന്നു, ഞാൻ അധികം കണ്ടിട്ടില്ല ഫിലിംസിൽ, ഒരു ചെറിയ പയ്യൻ്റെ ഒരു കഥയാണ്. അത് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ദൃശ്യത്തിൽ ലാലേട്ടൻ്റെ ഒരു കഥാപാത്രമില്ലേ, അതിൻ്റെ ഒരു ഫീമെയിൽ വേർഷനാണ് ഇത്. അതായത് അതേ പകർപ്പ്. ഞാൻ ഇതിൻ്റെ ട്രെയിലർ കണ്ടപ്പോഴത്തേക്ക് ഞാൻ ആദ്യം വിചാരിച്ചത് അമ്മയുടെയും മോൻ്റെയും, അതായത് വളർന്നു വരുന്നതിൻ്റെ ആ സ്നേഹത്തിൻ്റെ ഒരു ഇതുമല്ലായിരിക്കും, ടൊവിനോ തോമസ് ആ രീതിയിലായിരിക്കും ഞാൻ വിചാരിച്ചത്. വളർന്നു വരുന്ന ടൊവിനോ തോമസ് ആ രീതിയിലത്തെ ഒരു കഥയാണ് ഞാൻ പ്രതീക്ഷിച്ചത്. ഈ തിയേറ്ററിൽ പോയിരുന്നു ഫസ്റ്റ് ഹാഫ് കണ്ടപ്പോഴത്തേക്കും, അതായത് ഈ ഒരു പുള്ളിക്കാരൻ ഡയറക്ടർ ബിൽഡ് ചെയ്ത് കൊടുത്തൊരു ഗ്രാഫുണ്ട്. അതായത് നമ്മുടെ ദൃശ്യം സെയിം ആയിട്ട്, അതാണ് ഞാൻ എക്സാക്റ്റ് ആയിട്ട് പറയുന്നത്. അതായത് നമ്മുടെ ദൃശ്യത്തിൽ ലാലേട്ടൻ ഒരു ഗ്രാഫ്, ജോർജ് കുട്ടി എന്ന് പറഞ്ഞ ഒരാൾക്ക് ഒരു ഗ്രാഫ് ബിൽഡ് ചെയ്ത് കൊടുത്തിട്ടില്ല. അതായത് പയ്യന്ന ഒരാളാണ്, സാധാരണക്കാരാണ്, 4ാം ക്ലാസ് മാത്രമേ പഠിപ്പുള്ളൂ. ആ ഒരു ഗ്രാഫ് മറ്റേ ജിത്തു ജോസഫ് ബിൽഡ് ചെയ്ത് കൊടുത്ത പോലെ ഇവിടെ ഈ പെങ്കൊച്ചിന് വേണ്ടിയിട്ട് ചിദംബരം നല്ലൊരു ഗ്രാഫ് ബിൽഡ് ചെയ്ത് കൊടുത്തു. ഫസ്റ്റ് ഹാഫ് അടിപൊളിയായിട്ട് പോയി, അതിനുശേഷം സെക്കൻഡ് ഹാഫും ഇതേപോലെ കൊണ്ടുപോകുന്നു. അതിനുശേഷം അടിപൊളി ഒരു ക്ലൈമാക്സ്. അത് ഞാൻ അതാ പറഞ്ഞേ, ദൃശ്യത്തിൽ നമ്മൾ ക്ലൈമാക്സ് കണ്ടപ്പോൾ, നമ്മൾ ആദ്യ ദൃശ്യം പോയി കണ്ടപ്പോഴത്തേക്ക് നമ്മൾ വാവെന്ന് വിചാരിച്ച ആ സെയിം കോൺസെപ്റ്റിലുള്ള വേറെ ടൈപ്പ് ഒരു പടം, ഫീമെയിൽ വേർഷൻ. അതായത് ഇതിൻ്റെ ഒരു സെയിം ഞാൻ ഇതിൻ്റെ ഒരു ജേണർ പറയുകയാണെങ്കിൽ, തമിഴിൽ ഞാൻ എന്ന് പറഞ്ഞൊരു മൂവിയുണ്ട്. അതിൻ്റെ അകത്ത് ഈ നായകൻ നമ്മുടെ ഐഡൻറ്റിറ്റി യൂസ് ചെയ്ത് സ്വാപ്പ് ചെയ്ത് നിൽക്കും. അതായത് അയാളുടെ സർവൈലൻസിന് വേണ്ടിയിട്ട് ഐഡൻറ്റിറ്റി സ്വാപ്പ് ചെയ്ത് ഓരോ സ്ഥലത്ത് നിൽക്കും. ആ ഒരു സെയിം കോൺസെപ്റ്റ് തന്നെയാണ് ഇന്നത്തെ ഉപയോഗിച്ചിരിക്കുന്നത്. ആ ട്രെയിലറിൽ നമ്മൾ കാണുന്ന പോലെ തന്നെ ഒരു അമ്മയുടെയും മോൻ്റെയും ഒരു കഥയാണ്. ശരിക്കും പറഞ്ഞാൽ ആ ചെറുക്കൻ ഇന്നത്തെ അഭിനയിച്ച അഭിനയം, ആ ഒരു ചെറിയൊരു ചെറുക്കൻ, ആ ചെറിയ ചെറുക്കനെയും പിന്നെ ആ പുള്ളിക്കാരി, എൻ്റെ പോലെ എക്സ്ട്രാ ഓർഡിനറി. അതായത് ഒന്നും പറയാനില്ല. അതായത് ഈ പടത്തിൽ ഈ പടത്തിനെ കുറിച്ച് ആരെങ്കിലും നെഗറ്റീവ് പറയുകയാണെങ്കിൽ അവന്മാർ സിനിമ കാണാതിരിക്കുന്നത് നല്ലത്. എന്നുവെച്ചാൽ അത്രയ്ക്ക് അടിപൊളിയായിട്ടാണ് ഈ പടം എടുത്തു വച്ചിരിക്കുന്നത്. അത് തുടക്കം തൊട്ട് അവസാനം വരെ നമ്മളെ ഈ എഡ്ജിലിരുത്തി കൊണ്ടാണ് ഈ സിനിമ കാണിക്കുന്നത്. പിന്നെ ഇതിനകത്ത് വേറൊരു കഥാപാത്രമുണ്ട്, ഒരു അമ്മച്ചിയുടെ ഒരു കഥാപാത്രം, പ്രായമുള്ളൊരു അമ്മച്ചി, ഒരു അച്ചായത്തി സ്റ്റൈലൊരു അമ്മച്ചി. എൻ്റെ പൊന്നോ, ആ അമ്മച്ചി പൊളിച്ചു. അതായത് അതൊരു ഒരു ഉമ്മ കൊടുക്കുന്ന ടൈപ്പായിട്ടൊരു കഥാപാത്രം, അതൊക്കെ വെറുതെ പൊളിച്ചടുക്കിയൊരു കഥാപാത്രം. ശരിക്കും പറഞ്ഞാൽ ഇന്നത്തെ എല്ലാ കഥാപാത്രവും, നമ്മുടെ ജീൻലാലുണ്ട്, നമ്മുടെ ലാലിൻ്റെ മോനുണ്ട് ഇതിനകത്ത് അഭിനയിച്ചു, പുള്ളിക്കാരും നല്ല അടിപൊളിയായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. എനിക്ക് ശരിക്കും പറഞ്ഞാൽ ഈ പടം ടോട്ടലി എൻജോയ് ചെയ്യാൻ പറ്റി. അതായത് ഞാൻ ശരിക്കും പറഞ്ഞാൽ ഇത് സാധാരണ ഒരു ടൊവിനോ പടമായിരിക്കും എന്ന് വിചാരിച്ചു. ശരിക്കും പറഞ്ഞാൽ ടൊവിനോയ്ക്കിനകത്ത് റോള് കുറവാണ്, ടൊവിനോ ഇതിനകത്ത് ഇല്ല താനും. അതിനകത്ത് പേരിന് എനിക്ക് തോന്നുന്നു ഇവർ തിയേറ്ററിലെ ആൾക്കാരെ പുള്ളി ചെയ്യാനായിട്ടാണെന്ന് തോന്നുന്നു ടൊവിനോ തോമസിനെ ആഡ് ചെയ്തെന്ന് തോന്നുന്നു. ടൊവിനോ തോമസിന് വളരെ കുറവ്, സെക്കൻഡ് ഹാഫ് കുറച്ചൊരു പോർഷൻ മാത്രമേ, ഗസ്റ്റ് റോള് മാത്രമേ ടൊവിനോ തോമസ് ചെയ്തിട്ടുള്ളൂ. ബാക്കി മൊത്തം ഈ അമ്മയുടെയും മോൻ്റെയും അവരുടെ ഒരു സർവൈവൽ സ്റ്റോറിയാണിത്. വെറുതെ മൈൻഡ് ബ്ലോയിങ് മൂവി. അതായത് നമ്മൾ ഈ മലയാള സിനിമയിൽ കാണാത്ത ടൈപ്പ് ഒരു കഥയാണ്. അതായത് നല്ല അടിപൊളിയായിട്ട് എടുത്തു വെച്ചിട്ടുണ്ട്. ശരിക്കും പറഞ്ഞാൽ ചിദംബരം ഇന്നത്തെ മൂവി നമുക്ക് പ്രസൻറ്റ് ചെയ്തിരിക്കുന്ന രീതി നല്ല അടിപൊളിയായിട്ടാണ് പ്രസൻറ്റ് ചെയ്തിരിക്കുന്നത്. അതായത് ആർക്കും ലാഗ് അടിക്കാത്ത രീതിയിൽ, ഫസ്റ്റ് ഹാഫ് ആയിക്കോട്ടെ സെക്കൻഡ് ഹാഫ് ആയിക്കോട്ടെ, ആർക്കും ലാഗ് അടിക്കാത്ത രീതിയിൽ നല്ല അടിപൊളിയാണ് എടുത്തു വെച്ചിരിക്കുന്നത്. അതാണ് ഇതിൻ്റെ വേറൊരു മികവ്. ശരിക്കും പറഞ്ഞാൽ ഇതിൻ്റെ പ്രീമിയർ ഷോ ഇന്നലെ നടന്നിട്ടുണ്ടായിരുന്നു തോന്നുന്നു. ഇന്നലെ പ്രീമിയർ ഷോ നടന്നിട്ടുണ്ട്. അതിനകത്ത് കുറേ പേര് പറയുന്നുണ്ടായിരുന്നു നല്ല അടിപൊളി പടമാണ് എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇനി നമ്മൾ അറിയാതെയാണല്ലോ നമ്മുടെ ക്ലോസ് റിലേറ്റീവ്സൊക്കെ പടം എങ്ങനെയാണെന്ന് വെച്ചാൽ നല്ല പടമെന്നേ പറയത്തുള്ളൂ. ഞാൻ വിചാരിച്ചു ഇനി അങ്ങനെ വല്ല തള്ളായിരിക്കും എന്ന് വിചാരിച്ചു. പക്ഷേ അവരാരും തള്ളിയതല്ലെന്ന് ഈ ഒരു പടം കണ്ടപ്പോഴത്തേക്ക് എനിക്ക് മനസ്സിലായി. ശരിക്കും പറഞ്ഞാൽ നിങ്ങൾ ഈ പടത്തിന് പൈസ മുടക്കുകയാണെങ്കിൽ അത് ശരിക്കും പറഞ്ഞാൽ വർത്താണ് വാച്ചിങ്. ഈ ഒരു മൂവി നിങ്ങൾ മിസ് ചെയ്യരുത്. ഇത് തിയേറ്ററിൽ തന്നെ കാണേണ്ട ഒരു എക്സ്പീരിയൻസ് ചെയ്യേണ്ട ഒരു പടമാണിത്. അത് നമ്മുടെ എക്കോ അങ്ങനത്തെ ടൈപ്പ് വൈബായിട്ടുള്ള, നമ്മൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ ഒരു ജേർണൽ എന്ന് പറഞ്ഞാൽ ആ ദൃശ്യത്തിൻ്റെ ആ വൈബ്, നമുക്ക് ആ ദൃശ്യത്തിൻ്റെ ആ വൈബ് ടൈപ്പാണ് നമുക്ക് ഫീൽ ചെയ്യാൻ പറ്റുന്നത്. ആ ജോർജ് കുട്ടി ഇതിനകത്ത് കുറച്ച് ആ ടൈപ്പ് നമുക്കൊരു ഇത് കിട്ടും. നമുക്ക് ഈ മൂവി കാണുമ്പോഴത്തേക്ക് ആ ദൃശ്യം വൈബ് ഇതിനകത്ത് കിട്ടും. ശരിക്കും പറഞ്ഞാൽ പൊളിച്ചടിക്ക്, അമ്മയും മോനും പൊളിച്ചടിക്ക് തന്നെ പറയേണ്ടിയിരിക്കുന്നു. ശരിക്കും പറഞ്ഞാൽ ചിദംബരത്തിന് ഒരു ഹാറ്റ്സ് ഓഫ്. ശരിക്കും പറഞ്ഞാൽ ഇന്നത്തെ കാര്യമായിട്ട് അത്രയും സ്റ്റാർ വാല്യൂ ആയിട്ടുള്ള ആദ്യം ആൾക്കാരൊന്നുമില്ല, മിക്കതും പുതുമുഖങ്ങളാണ്. അവരെ വെച്ചുകൊണ്ട് ഇത്ര ഒരു അടിപൊളി മൂവി ക്രിയേറ്റ് ചെയ്യുന്ന വെച്ചാൽ നിസ്സാര കാര്യമല്ല. ശരിക്കും പറഞ്ഞാൽ ഡയറക്ടറിൻ്റെ ഒരു അടിപൊളി ബ്രില്യൻസിൻ്റെ പുറയിലുണ്ട്. പിന്നെ ടൊവിനോ തോമസിനകത്ത് നല്ലൊരു റോളാണ് ടൊവിനോ തോമസിന് കിട്ടിയിരിക്കുന്നത്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എന്താ പറയുക, നമുക്ക് ഒരു ഗസ്റ്റ് റോൾ തന്നെയാണ്, ഒരു അടിപൊളി ഗസ്റ്റ് റോൾ. ടൊവിനോ തോമസിൻ്റെ കഥാപാത്രം എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര നമുക്കൊരു എന്താ പറയുക, കണ്ണിന് നമുക്ക് ക്ലൈമാക്സ് ഒക്കെ കാണുമ്പോൾ നമുക്ക് എൻ്റെ പൊന്നോ പൊളിച്ചു എന്ന് പറഞ്ഞ ആ രീതിയിലുള്ളൊരു ക്ലൈമാക്സ് ആണിത്. നിങ്ങൾ എന്തായാലും തിയേറ്ററിൽ മിസ് ചെയ്യാതെ പോയി കാണുക. എന്തായാലും എനിക്ക് ഈ പടം നല്ല രീതിയിൽ ഇഷ്ടപ്പെട്ടു. ഞാൻ ഈ പടം 10ൽ എത്ര മാർക്ക് കൊടുക്കും എന്ന് വെച്ചാൽ 10 on 10 കൊടുക്കും. എനിക്കൊന്ന് ഈ പടത്തിൻ്റെ ഒരു
ഡ്രോബാക്ക് എന്ന് പറയുന്നത് എനിക്കൊന്ന് ഈ പടത്തിൻ്റെ പോസ്റ്ററാണെന്ന് തോന്നുന്നു. ബാക്കിയുള്ള എല്ലാ സാധനവും ആ പോസ്റ്റർ വെച്ച് പോസ്റ്റർ ഇച്ചിരി ഒരു മങ്ങിയ പോസ്റ്ററാണെന്ന് തോന്നുന്നു. ആ പോസ്റ്റർ കാണുമ്പോൾ ചിലപ്പോൾ നമുക്ക് തോന്നും ഈ പടം പൊട്ടപ്പടമാണെന്ന് തോന്നും. അല്ലാണ്ട് ഈ പൈസ മുടക്കി തിയേറ്ററിൽ പോയി കണ്ട ആരും പറയത്തില്ല. പക്ഷേ ഈ ഒരു പടത്തിൻ്റെ പോസ്റ്റർ ഒഴിച്ച് ബാക്കിയുള്ള എല്ലാ സാധനം അടിപൊളിയാട്ടോ. അത് A to Z സാധനം അടിപൊളിയാണ്, പൊളിച്ചടിക്കും. എന്തായാലും കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായം എന്തെങ്കിലും കമൻറ്റ് ചെയ്ത് ഇതേപോലത്തെ അപ്ഡേറ്റ്സ് നമ്മുടെ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക.